ഹലോ ഗൈസ്, സോ വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ അനദർ എക്സൈറ്റിംഗ് ട്രിപ്പിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയേക്കാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നമ്മൾ സൂൺ പറയുന്നതായിരിക്കും. സോ കണ്ടിന്യൂ വാച്ചിങ്. സ്കോട്ട്ലാൻഡിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ബോർഡർ സൈഡ് അയക്കുന്നതാണ്. നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് നാഷണൽ മോണ്യുമെൻ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞിടത്താണ്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞ ഉള്ളിലോട്ട്. ഇവിടെ കണ്ടോ, എൻ്റെ ബാക്കിൽ കാണുന്നത് ആ സിറ്റിയുടെ ഒരു വ്യൂ ആണ് മൊത്തം. എഡിൻബ്ര, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സ്കോട്ട്ലാൻഡ്. നമ്മൾ ഫസ്റ്റ് പോയത് ഇവിടുത്തെ തന്നെ ഐക്കോണിക് ലാൻഡ്മാർക്സ് ആയ നാഷണൽ മോണ്യുമെൻ്റ് ഓഫ് സ്കോട്ട്ലാൻഡിലേക്കാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1826 എന്നാൽ ഫണ്ടിങ് ഇല്ലാതായപ്പോൾ 1829 പണി നിർത്തി വയ്ക്കേണ്ടി വന്നു. നെപ്പോളിയനിക് വാറിൽ മരിച്ച സ്കോട്ടിഷ് സോൾജേഴ്സിനെയും സെയിലേഴ്സിനെയും ഓണർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്മാരകം പണിത്. പണി പകുതി വെച്ച് നിർത്തേണ്ടി വന്നതിനാൽ സ്കോട്ട്ലാൻഡ്സ് ഡിസ്ഗ്രേസ് എന്നൊരു വേറൊരു പേരും കൂടെ ഇതിനെല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ മോണുമെൻ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എഡിൻബ്ര കാസിലും കിങ് ആർതേഴ്സ് സീറ്റും കാണാം. അതുപോലെ തന്നെ ഇതൊരു പെർഫെക്റ്റ് സ്പോട്ട് ഫോർ സൺറൈസ് ആൻഡ് സൺസെറ്റ് ഫോട്ടോഗ്രാഫിയാണ്. നടന്ന് ക്ഷീണിച്ചതല്ലേ, ഞങ്ങളത് കഴിഞ്ഞ് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോയി. ഫസ്റ്റ് ടൈം ട്രൈയിങ് തായ് ആൻഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ്. ഫസ്റ്റ് ടൈം ട്രൈയിങ് തായ് ആൻഡ് ജസ്റ്റ് എ മസ്റ്റ് ട്രൈ. അടിപൊളി. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെയൊക്കെ പേരെന്തുവാന്ന് ഞാൻ പറയാതെ, പേര് ഓർമ്മയില്ല. പക്ഷെ എന്താണെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് സ്വീറ്റാണ്, എന്നാലും ഞാൻ ഓർഡർ ചെയ്ത വെച്ചോളാം. മാംഗോ സ്റ്റിക്കി റൈസ് പോലത്തെ തന്നെ വേറൊരു സാധനമാണ് മാംഗോ റൈസ് പുഡിംഗ്. ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. How is it? It's actually very good. നെക്സ്റ്റ് നമ്മൾ പോയത് എഡിൻബ്ര കാസിലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫൺ ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഇല്യൂഷൻ മ്യൂസിയമാണ്. ഇതിൻ്റെ പേര് വരുന്നത് ക്യാമറ ഒബ്സ്ക്യൂറ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്നാണ്. ഗൈസ്, ഇവരുടെ ചോക്ലേറ്റ്സ് സ്വീറ്റ്സ് അതാണ് വെച്ചിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ. നമുക്ക് എന്തോരം വേണമെങ്കിലും എടുത്ത് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 calories സ്വീറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം.
ചുമ്മാതല്ലേ ഇത് 0 കാലറിയാന്ന് പറയുന്നത്, കാരണം ഒന്നും കിട്ടുന്നില്ല. കിഡ്സിന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വേൾഡ് ഓഫ് ഇല്യൂഷൻസിൻ്റെ ബിൽഡിംഗ് വളരെ പഴക്കമുള്ളൊരു ബിൽഡിംഗാണ്. അത് 1835 ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിനൊരു 6 ഫ്ലോർസ് ഉണ്ട്. അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിന്ന് നോക്കിയാൽ എഡിൻബ്ര സിറ്റിയുടെ റോയൽ മൈൽ സ്ട്രീറ്റ് ഫുള്ളും കാണാം. അതുപോലെ ഗോത്തിക് ആർക്കിടെക്ചറുള്ള ഇതുപോലത്തുള്ള ചേർച്ചസും എല്ലാം കാണാം ഇവിടെ നിന്ന്. ഇതാണ് സ്കോട്ട് മോണ്യുമെന്റ്. സർ വാൾട്ടർ സ്കോട്ട് എന്ന ഫേമസ് ആയ സ്കോട്ടിഷ് റൈറ്ററിനെ ഓണർ ചെയ്തുണ്ടാക്കിയതാണ് ഈ മോണ്യുമെന്റ്. വേൾഡിലെ തന്നെ ഒരു റൈറ്ററിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ ലാർജസ്റ്റ് മോണ്യുമെന്റ് ആണിത്. വിക്ടോറിയ സ്ട്രീറ്റ് കർവ്ഡ് ലേഔട്ടിനും കളർഫുൾ ഷോപ്സിനുമാണ് ഈ സ്ട്രീറ്റ് ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ ഫേമസ് ആയ ഹാരി പോട്ടർ നോവൽ സീരീസിലെ ഡാഗ്നി അലിയുടെ ഇൻസ്പിറേഷൻ ഓഥറായ JK റൗളിങ്ങിന് കിട്ടിയത് ഈ സ്ട്രീറ്റിൽ നിന്നാണ്. ഓഥറായ JK റൗളിംഗ് ഹാരി പോട്ടറിന്റെ സ്റ്റോറി എഴുതിയിരുന്നത് ഈ കഫേയിൽ വന്നിരുന്നാണ്. നിങ്ങളൊരു ഹാരി പോട്ടർ ഫാനാണോ? എന്നാൽ മസ്റ്റ് ട്രൈ ആണ് ഈ ബട്ടർ സ്കോച്ച് ബിയർ. ഇത് നോൺ ആൽക്കഹോളിക് ആണ്, അതുകൊണ്ട് കുട്ടികൾക്കും കുടിക്കാവുന്നതാണ്. എലിഫന്റ് ഹൗസ് എന്ന ഈ കഫേയുടെ എൻട്രൻസിൽ തന്നെയാണ് ഈ ബട്ടർ സ്കോച്ച് ബിയർ നമുക്ക് കിട്ടുന്നത്. ബട്ടർ സ്കോച്ച് ബിയറിന്റെ ഗ്ലാസ്സിലും ഉണ്ട് ബർത്ത് പ്ലേസ് ഓഫ് ഹാരി പോട്ടർ എന്ന്. ഞാനൊരു ഹാരി പോട്ടർ ഫാൻ ആയതുകൊണ്ട് ഞാൻ ഇതെന്തായാലും സൂക്ഷിച്ചു വെക്കും. നമ്മൾ ഇനി ഹാരി പോട്ടറിന്റെ ചെറിയൊരു മ്യൂസിയത്തിലേക്ക് കയറാൻ വേണ്ടിയാണ് ഈ
ക്യൂ നിൽക്കുന്നത്. ഇതിൽ ഹാരി പോട്ടറിനകത്തൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങൾ കിട്ടും. Mischief managed. ഇത് സ്കോട്ട്ലാൻഡിലെ ട്രഡീഷണൽ വെയർസ് കിട്ടുന്ന ഒരു കടയാണ്. ഈ ഡ്രസ്സിന് ടാർട്ടൺ എന്നാണ് പറയുന്നത്. എഡിൻബറ കാസിലിൽ നിന്നുള്ള വ്യൂ ആണിത്. ഓൾമോസ്റ്റ് ഫുൾ സിറ്റി തന്നെ നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റും. So these are collars representing orders of chivalry. This one isn't, I'll tell you about that in a minute. So an order of chivalry is a club that's started by a king, and he gets his best knights, his biggest friends, to come and be members of his club. And as members of that club, they are given a collar like this to wear to tell the rest of the world. So it's like a badge of office to tell people they're members of that club. And these clubs are peopled by knights. And knights are elite soldiers who fight on horseback. Okay, so they're the rich, important ones round about town. The reason we have these three together is because they were all given to King James V of Scots. ഞങ്ങൾ എഡിൻബറ കാസിൽ കണ്ടിട്ട് ഇറങ്ങി. ഈ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഒരു ഭാഗം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ലായിരുന്നു. ക്രൗൺ ജുവൽസ് പണ്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇപ്പോൾ അവിടെ റീഫർബിഷ്മെൻറ്റിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോട്ടോ മാറ്റിയേക്കുക. അപ്പം അതും കിട്ടിയില്ല, അതും കാണാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇത്ര ഹാപ്പി അല്ല നമ്മളിവിടെ ഒരു സമയം വെറുതെ കളഞ്ഞു, പൈസ വെറുതെ കളഞ്ഞെന്ന് എനിക്ക് വേർത്തിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എനിവേ പക്ഷേ ജസ്റ്റ് നമുക്ക് ഹിസ്റ്ററിയൊക്കെ കാണാം. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാം. റോയൽ മൈൽ സ്ട്രീറ്റിൽ ഒരു ഫണി കറിക്കേച്ചർ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് ട്രൈ. അങ്ങനെ കൊച്ചിനെ പിടിച്ചിരുത്തി അവളുടെ പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി ഇരുത്തിയേക്കാണ്. നല്ല തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് ഫുള്ള് മൂടി നടക്കുമ്പോൾ ഇത്രയും തണുപ്പ് സഹിച്ചിരുന്ന് ഈ പോർട്രേറ്റ് എല്ലാവർക്കും വരച്ചു കൊടുക്കുന്ന ഈ ആർട്ടിസ്റ്റിന് ഹാറ്റ്സ് ഓഫ്. ശരിക്കും നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. ദ കെൽപിസ് എഡിൻബറയിൻ്റെയും ഗ്ലാസ്ഗോവിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോഴ്സ് ഹെഡഡ് സ്കൾപ്ചറാണ് ദ കെൽപിസ്. ഈ സ്കൾപ്ചർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡിൻ്റെ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ മനോഹരമായ ഹോഴ്സസ്. സ്കോട്ട്ലാൻഡിലെ പുരാണങ്ങളിൽ വരുന്ന കെൽപ്പി എന്ന വാട്ടർ സ്പിരിറ്റിനെയും ഇത് സൂചിപ്പിക്കുന്നു. അങ്ങനെ കെൽപിസ് കണ്ട്
3 days സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഞങ്ങളിവിടെ അവസാനിപ്പിച്ചു. ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സ്കോട്ട്ലാൻഡ് കാണാൻ 3 days പോരാ,